ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. അദ്ദേഹം ഉടനെ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്താ സംഭവം എന്നറിയോ? നേരത്തെ നമ്മുടെ നായകൻ ഒരുത്തനെ അടിച്ച് അവൻ്റെ കഴുത്തിൽ സ്ട്രോ കുത്തി വെച്ചിട്ടില്ലായിരുന്നില്ലേ, അവൻ ഇയാളുടെ മകനാണ്. മകനെ ആശുപത്രി കിടക്കയിൽ കണ്ട് അയാൾ വിഷമിക്കുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നും ഒരു കസേരയും എടുത്ത് അടിവാങ്ങി കിടക്കുന്ന ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനെ ടമ എന്ന് അടിച്ചിട്ട് എത്ര പേര് ചേർന്നിട്ടാണ് അടിച്ചതെന്ന് ചോദിക്കുന്നു. ഒരുത്തൻ മാത്രമാണ് അടിച്ചതെന്ന് അവൻ മറുപടി പറയുന്നു. നമ്മുടെ ഹീറോ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കാർഡ് അവിടെ വീണിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ID കാർഡ്. അത് ഇവരിലൊരാൾ എടുത്തിട്ട് ആ ഡോണിന് കൊടുക്കുന്നു. അതോടെ നമ്മുടെ നായകൻ്റെ അഡ്രസ്സും ജാതകവും ഒക്കെ ഈ വില്ലൻ്റെ കയ്യിലേക്ക് കിട്ടുന്നു. അതിനുശേഷം ഒരു 10-15 പേരെ നമ്മുടെ നായകൻ്റെ വീട്ടിലേക്ക് ആ വില്ലൻ അയക്കുന്നു, ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പറഞ്ഞുകൊണ്ട്. ഇത് കണ്ട നമ്മുടെ നായകൻ കുടുംബത്തിലെ എല്ലാവരെയും ബേസ്മെന്റിലുള്ള ഒരു സീക്രട്ട് റൂമിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും 911 മാത്രം, അതായത് പോലീസിനെ മാത്രം അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ റൂം ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം 50 വയസ്സ് തികഞ്ഞ ആ പയ്യൻ ഇറങ്ങി വിളയാടുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയെ അടിച്ചൊതുക്കി കയ്യിലൊരു വിലങ്ങൊക്കെ അണിയിച്ച് കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ട് അവരങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ എന്ത് ചെയ്തു എന്നറിയോ? സ്വന്തം തള്ളവിരൽ പൊട്ടിച്ച് കൈ ആ ഹാൻഡ് കഫിൽ നിന്നും ഊരിയെടുക്കുന്നു. അതിനുശേഷം ആ ഡിക്കിയിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്ത് ആ കാറിൻ്റെ പിന്നിലെ സീറ്റ് തള്ളിയിട്ട് അതിലൂടെ ആ കാറ് മുഴുവൻ ആ പുകയടിച്ച് കയറ്റുന്നു. അതോടെ ആ കാറ് ഒരു പോസ്റ്റ് ഇടിച്ച് മറിയുന്നു. നമ്മുടെ ഹീറോ മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ കാറിലുണ്ടായിരുന്ന ഒരുത്തൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ അവിടെ കിടക്കുന്നുണ്ട്. അവൻ നായകനോട് ചോദിക്കും, ആരാടാ നീ? നോബഡി എന്ന് നായകൻ മറുപടി പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ നായകൻ അച്ഛനെ വിളിച്ചിട്ട്, ഞാൻ ചെയ്തു തീർക്കേണ്ട പണി ഇനിയും കഴിഞ്ഞിട്ടില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. മനസ്സിലായല്ലോ അല്ലേ എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹീറോ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവനെ കൊല്ലാൻ വന്ന എല്ലാവരും അവിടെ മരിച്ചു കിടപ്പുണ്ട്. അതിനുശേഷം ഭാര്യയും മക്കളെയും ആ സീക്രട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ റൂമിലൊക്കെ കിടക്കുന്ന ആൾക്കാരും ശവശരീരങ്ങളൊക്കെ കണ്ടിട്ട് അവർ കണ്ണൊക്കെ പൊത്തി പുറത്തേക്ക് വരുന്നു. ഈ കൊല്ലാൻ വന്ന ആൾക്കാരിൽ ഒരാളുടെ ജീവൻ ബാക്കിയായിട്ടുണ്ട്. ജസ്റ്റ് ജീവനുണ്ട് എന്ന് പറയാം, അയാൾ ഇപ്പം മരിക്കും എന്നുള്ള അവസ്ഥയിലാണുള്ളത്. നായകൻ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അവരെയൊക്കെ കാറിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. അവർ പോയതിനു ശേഷം ഒരു ഇലക്ട്രിക്കൽ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നിന്നും മറ്റൊരു ബോക്സ് പുറത്തേക്ക് എടുക്കുന്നു. ആ ബോക്സിലാവട്ടെ സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഒരുപാട് പണവും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പാട്ടൊക്കെ ഇട്ട് ജോളിയായിട്ട് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ സൈനൈഡ് ജോളിയല്ല കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഉദ്ദേശിച്ചത്. പുള്ളിക്കാരനെ കൊല്ലാൻ വന്ന ആൾക്കാരില്ലേ, അവരുടെയൊക്കെ ഡെഡ് ബോഡി എടുത്തിട്ട് സോഫയുടെ മുകളിലേക്ക് ഇരുത്തുന്നു. അതിലൊരുത്തിന് മാത്രം ജീവനുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നായകൻ. നിങ്ങളുടെയൊക്കെ ബോസ് എന്നെ കൊല്ലാൻ ആളെ അയക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരുത്തൻ മിലിറ്ററി ബേസിൽ നിന്ന് തന്നെ പണം മോഷ്ടിച്ചു. അവനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് $5 മില്യൺ പാരിതോഷികമായി നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഞാനും അവനെ പിടിച്ച് അവൻ്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് ചിന്തിച്ചിരിക്കുകയാണ്, അവനെ കൊല്ലണോ വേണ്ടയോ എന്ന്. ആ സമയത്ത് അവൻ എൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചി എനിക്കൊരു അവസരം തരൂ എന്ന്. പലതവണ അവൻ അവസരത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവനെ ഞാൻ വെറുതെ വിട്ടു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കാണാൻ വേണ്ടി വീണ്ടും പോയി. ആ സമയത്ത് അവന് ഒരു ഫാമിലി ഉണ്ട്, ഭാര്യ, കുട്ടികൾ, അങ്ങനെ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം. ഞാൻ സാധാരണയായിട്ട് ഈ അസൂയ വരുന്ന ആളൊന്നുമല്ല, പക്ഷെ അവനെ കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. എനിക്കും അവനെ പോലെ ജീവിക്കാൻ ഒരാഗ്രഹം തോന്നിപ്പോയി. അങ്ങനെ ഞാൻ ആ ഗ്യാങ് ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഒപ്പം സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്ന ഒരുത്തനില്ലേ, അവനും ചത്തുപോകുന്നു. അപ്പോൾ എൻ്റെ കഥ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പണ്ട് പഞ്ചാബി ഹൗസിൽ ദിലീപ് ചോദിച്ച പോലെ നമ്മുടെ നായകനും ചോദിക്കുന്നു. അതിനുശേഷം ആ വീട് മുഴുവൻ അയാൾ അഗ്നിക്കിരയാക്കുന്നു. നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പണവും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ എടുത്തിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ആ വില്ലനില്ലേ, നമ്മുടെ നായകൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ അയച്ചിട്ടുണ്ടാവും. വെറും 2 പേര്, വയസ്സനല്ലേ, അതുകൊണ്ട് ഇത് മതി എന്നുള്ള രീതിയിൽ. എന്താ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുക കേട്ടോ. മകൻ മാസാണെങ്കിൽ അച്ഛൻ കൊല മാസാണ് അല്ലേ.
ഇപ്പോൾ നമ്മുടെ ഹീറോ അവൻ വർക്ക് ചെയ്തിരുന്ന ആ കമ്പനിയിലേക്ക് പോകുന്നു. അവിടെ നായകന്റെ അളിയനും ഉണ്ട്, പിന്നെ ആ ഒരു തടിയനുണ്ടായിരുന്നില്ലേ അവനും ഉണ്ട്. അവരുടെ മുന്നിലേക്ക് ഈ സ്വർണ്ണ ബിസ്ക്കറ്റും പണവും എല്ലാം കൊട്ടുന്നു. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു പറയുന്നു. അതിനുശേഷം അളിയനോട് പറയും, കുറച്ചു കാലത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ തന്നെയായിരിക്കും താമസിക്കുക. അതുകൊണ്ട് അതിനിടയിൽ എന്നോട് എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്, അതിനു വേണ്ടിയിട്ടാണ് ഈ പണം എന്ന് പറയുന്നു. അപ്പോൾ അളിയൻ കുറച്ച് ഡയലോഗ് അടിക്കാൻ നിൽക്കും. അടി അവൻ്റെ വയറിനിട്ട് കൊടുക്കും. അവന് ശ്വാസം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ അവനെ ഒരു കസേരയിലേക്ക് ഇരുത്തി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ആ തടിയനില്ലേ, അവൻ അടി വാങ്ങട്ടെ, ഞാൻ ഈ പണം എടുത്തോളാം, നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ എന്ന് പറയുന്നു. അതിനുശേഷം നായകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബേസ്മെന്റിൽ കുറെ ട്രാപ്പുകളും ബോംബും തോക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, അത്രക്കും സാധനങ്ങളുണ്ട് അതിനുള്ളിൽ. നമ്മുടെ പവനായി പറഞ്ഞ പോലെ പേനാക്കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് വരെ അങ്ങനെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നു. എന്താ പുള്ളിയുടെ ഉദ്ദേശമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനുശേഷം കയ്യിൽ തോക്കും എടുത്തിട്ട് നമ്മുടെ നായകൻ വില്ലന്റെ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, അവന്റെ പണവും ഇല്ലീഗലായിട്ടുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് കയറി ചെല്ലുന്നു. എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുന്നു. ഈ കെട്ടിടങ്ങളിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം തളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, അതിനുള്ളിലേക്ക് നമ്മുടെ നായകൻ പെട്രോൾ നിറയ്ക്കുന്നു. അങ്ങനെ എല്ലാത്തിനെയും തീർത്തതിന് ശേഷം ആ സ്ഥലത്തിന് തീയും കൂടി വെക്കുന്നു. 1 രൂപ പോലും ബാക്കി നിൽക്കാത്ത രീതിയിൽ പണം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്നു. എന്നിട്ട് നേരെ ഡോണിനെ കാണാൻ വേണ്ടിയിട്ട് ഡോണിന്റെ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. അവിടെ പുള്ളിക്കാരൻ അപ്പോഴും ഒരു പാർട്ടിയിലാണുള്ളത്. അവിടെ ഒരു ചെയറും ഇട്ട് ഒരു ടേബിളും വെച്ച് അതിന് മുകളിൽ സൂപ്പറായിട്ട് ഫുഡും കഴിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ നായകൻ. ഡോൺ വന്നിട്ട് അവനോട് ചോദിക്കുന്നു, എനിക്കെന്ത് ധൈര്യമാടാ എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കാൻ? അപ്പം നായകൻ എന്ത് ചെയ്തു എന്നറിയാം, ആ ടേബിളിന് മുകളിൽ എന്തോ ഒരു സാധനം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മെല്ലെ എടുക്കാൻ നോക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് ഇവൻ്റെ നേരെ തോക്ക് ചൂണ്ടും. ഡേ സമാധാനമായിട്ടിരിക്കും, ഇതെന്താ സാധനം ഒന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ ആ തൂവാല മാറ്റുന്നു. ഒരടാറ് ബോംബ്, അതിൻ്റെ ട്രിഗറാണെങ്കിൽ നായകൻ്റെ കയ്യിലും. ഒരല്പം അനങ്ങിയാൽ പോലും പിന്നെ അവിടെ ഒരു പുല്ല് പോലും മുളക്കാത്ത രീതിയിൽ എല്ലാം പൊട്ടിത്തകരും. അതോടെ ഡോൺ എല്ലാവരെയും പറഞ്ഞു വിട്ട് നായകനുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ നായകൻ പറയും, നീ ഉണ്ടാക്കിയ സകല സ്വത്തുക്കളും ഒന്നുപോലും ബാക്കി വെക്കാതെ തീയിട്ട് നശിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നീ എൻ്റെ വീട്ടിലേക്ക് ആളെ അയച്ചു, എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ശ്രമിച്ചു. അതിനുള്ള ഒരു ചെറിയ താക്കീതായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഡാ, എൻ്റെ മകൻ മരിച്ചു, അവനെ നീയാണ് കൊന്നത്, നിന്നെ ഞാൻ പിന്നെ വെറുതെ വിടണോടാ എന്ന് ഡോൺ ചോദിക്കുന്നു. നിന്റെ മകൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ നോക്കി, ഞാൻ തടയാൻ ശ്രമിച്ചു, അടിച്ചു, പക്ഷെ അവൻ ചാവാതിരിക്കാൻ ഞാൻ പരമാവധി നോക്കി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മരിച്ചുപോയി. ശരി, ഓക്കെ, നടന്നു, ഞാൻ ഏതായാലും ഇറങ്ങുകയാണ് എന്നും പറഞ്ഞിട്ട് നായകൻ അവിടെ നിന്നും ഇറങ്ങുന്നു. ഈ ഡോണിന്റെ ഗുണ്ടകൾക്കൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം നമ്മുടെ നായകന്റെ കയ്യിലിരിക്കുന്നത് നല്ല കിണ്ണം കാച്ചിയ പോലത്തെ ഒരു ബോംബല്ലേ, തൊട്ടാ അപ്പ പൊട്ടില്ലേ. ശേഷം നായകൻ കാറും എടുത്തിട്ട് നേരെ ആ ഷെഡിലേക്ക് പോകുന്നു. നായകൻ അറിയാമായിരുന്നു ഇവർ ഓരോരുത്തരും തന്നെയും തെരഞ്ഞ് അങ്ങോട്ടേക്ക് പിന്നാലെ വരുമെന്ന്. നായകൻ വിചാരിച്ചതുപോലെ തന്നെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇത് തന്നെയാണ് നായകൻ്റെ പ്ലാൻ എന്ന് തോന്നുന്നു, എല്ലാത്തിനെയും കൂടി ആ ഷെഡിലിട്ടങ്ങ് തീർത്ത് കളയാൻ. അവർ നായകന് നേരെ തുരുതുരാ വെട്ടിവെക്കുന്നു. പക്ഷെ നായകന് ഒരു കൂട്ടാളി കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അവൻ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് സ്നൈപ്പർ വെച്ച് ഇവരെ ഓരോരുത്തരെയായി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നായകന്റെ അച്ഛൻ കൂടി നായകനെ സഹായിക്കാൻ അങ്ങോട്ടേക്ക് തിരിയുന്നു. ഷോട്ട് ഗൺ വെച്ചിട്ട് ഓരോരുത്തരെയായിട്ട് വെട്ടിവെച്ച് പൊളന്നുകൊണ്ടിരിക്കുകയാണ് അയാളും. അങ്ങനെ എല്ലാം സമാധാനപരമായിട്ട് അവസാനിച്ചു അല്ലേ, സമാധാനപരമായിട്ട് തന്നെ അവസാനിച്ചു. അങ്ങനെ ആ അച്ഛൻ മകനോട് പറയും, മോനെ നീ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ, എന്നാലും എല്ലാം പൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നും പറഞ്ഞ് 3 പേരും കൂടി കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നു. അതോടെ നായകൻ അച്ഛനെയും കൂട്ടുകാരനെയും അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ശേഷം ഭാര്യയ്ക്ക് കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നു. ഇത്രയും കാലം ഞാൻ നല്ലൊരു ഭർത്താവായിരുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ നിനക്ക് സന്തോഷം നൽകിയിരുന്നു എന്നും എനിക്കറിയില്ല, പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ നിനക്ക് നൽകും, ഉടനെ തന്നെ വരാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പൂച്ചക്കുട്ടിയെയും ഒരു ഡ്രോയിങ്ങും എടുത്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക്
വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതെന്ന് തോന്നുന്നു. ആ ചോദ്യം ചെയ്യൽ സീൻ നമ്മൾ ആദ്യം കണ്ടത്. പോലീസുകാർ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, നിന്റെ പേരെന്താടാ? അതിന് നമ്മുടെ ഹീറോ നോബഡി എന്ന് മറുപടി പറയുന്നു. ഇതൊക്കെ ഒരു പേരാണോടാ, നിന്റെ ശരിക്കും പേര് പറയടാ എന്നവർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവർക്ക് രണ്ടുപേർക്കും ഒരേ സമയത്ത് ഫോൺ കോളുകൾ വരുന്നു. രണ്ടുപേരും ഫോൺ എടുത്ത് സംസാരിക്കുന്നു. എന്താണ് സംസാരിച്ചതെന്നോ ആരാണ് സംസാരിച്ചതെന്നോ ഒരു പിടിയില്ല. അവർ നായകനെ വെറുതെ വിടുന്നു. നായകൻ സ്റ്റൈലായിട്ട് ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകനും ഭാര്യയും ഒരു പുതിയ വീട്ടിലേക്ക് വരുന്നു. ആ വീടൊക്കെ ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. ആ ഫോൺ എടുത്ത് കാതിൽ വെച്ചതിന് ശേഷം ഹീറോ ഒരു നെടുവീർപ്പിടുന്നു. എന്നിട്ട് അവരെ വീട് കാണിക്കാൻ വന്ന സ്ത്രീയോട് ഈ വീടിന് എന്ന് ചോദിക്കുമ്പോഴേക്കും ഭാര്യ കയറിയിട്ട് ഒരു ബേസ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നായകൻ അത് കേട്ട് ചിരിക്കുന്നു. സിനിമ അവിടെ പൂർണ്ണമാവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിനിമാ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. ഒരു ബൈ പറഞ്ഞേക്കും. ബൈ ബൈ.